ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നത്. കാണാനുള്ള ഭംഗി നോക്കി മാഷാഅല്ലാ അടിപൊളിയാണ് അല്ലേ? അതേപോലെ തന്നെയാണ് ഉണ്ടാക്കാനും എളുപ്പമാണ്. നല്ലൊരു മധുരത്തിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കും എല്ലാത്തിനും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ ഫില്ലിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായിക്കോട്ടെ. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല നെയ്യ്, നമ്മളെ പശു നെയ്യ് എന്ന് പറയുന്നത് അതാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ. മെൽറ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇവിടെ നുറുക്കി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊന്നും കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയാൽ അതിലേക്ക് ഇതാ ചിരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. അതും അങ്ങനെ ഒരു കറക്റ്റ് അളവൊന്നുമില്ല, ഓരോരുത്തർക്ക് വേണ്ടത്ര എടുക്കുക കേട്ടോ. ഫില്ലിംഗ് ഒക്കെ എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ, ഒരുപാട് അങ്ങ് ചൂടാകുമൊന്നും വേണ്ട. എന്നിട്ട് അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ശർക്കരൻ്റെ പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇനി ശർക്കര ഉരുക്കിയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കുക. അതാകുമ്പോൾ ഉരുക്കി ചേർക്കുന്ന സമയത്ത് അത് വറ്റുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ, പൗഡറായിട്ട് തന്നെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നതാണിത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. മെൽറ്റ് ആവാൻ നിന്നാൽ പിന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി കിട്ടിയാണ്, ഇത്രയും മതി. ഇനി ഇത് ഇറക്കി വെക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ മാവാണ് കാണിക്കുന്നത്. ഒരു 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പിന് ഒരു മുട്ട എന്നുള്ള അളവ്. ഇനിയിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ, ഓയിൽ, ഏതെങ്കിലും ഒരു ടൈപ്പ് ഓയിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 3/4 കപ്പോളം പാൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം കേട്ടോ. ഒരു 2 കപ്പോളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആദ്യം കുറച്ച് വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു ബാറ്ററായിട്ട് കിട്ടിയത് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ അത്രേ ആവശ്യമുള്ളൂ, 2 പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഒരു പാത്രത്തിൽ ഇതാ ഒരു 2 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ, പിന്നെ അതാ അടുത്ത പാത്രത്തിലും അത്ര തന്നെ കേട്ടോ. ഇനി അതിലേക്ക് ഒന്നിലേക്ക് നമ്മൾ യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സാഫ്രോണിൻ്റെ പൗഡറാണ് എടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. മറ്റത് നമുക്ക് വെള്ള കളറായിട്ട് അത് അങ്ങനെ തന്നെയാണ് വേണ്ടി കേട്ടോ. അപ്പോൾ ഒന്നിൽ മാത്രമേ നമ്മൾ കളർ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് മിക്സിയിലുള്ള ബാക്കി മാവില്ലേ, ആ ബാക്കി മാവിലേക്ക് ഗ്രീൻ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളടുത്ത് മറ്റേ ഈ നമ്മളെ സ്പിനാച്ചിൻ്റെ പൾപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഫുഡ് കളർ തന്നെയാണ് ചേർത്തത്. ഇനിയിപ്പോൾ എല്ലാ മാവും റെഡി ആയതിനു ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നുള്ളത് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. സിമ്മിലായിരിക്കണം തീ വെക്കുന്നത് കേട്ടോ, തീരെ ചൂട് കൂടി പോകാൻ പാടില്ല. എന്നിട്ട് ആദ്യം നമ്മൾ ആ ഒരു യെല്ലോ മാവില്ല, അതിൽ നിന്ന് ഓരോ ഡ്രോപ്സ് കേട്ടോ, 2-3 ഡ്രോപ്സേ ഉറ്റിക്കാവൂ. ഇതേപോലെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കുക. അപ്പോൾ തീ ശ്രദ്ധിക്കണം, തീരെ ചൂടുണ്ടാകാൻ പാടില്ല, ഒരു നേരിയ ചൂടേ പാനിനുണ്ടാവാൻ പാടുള്ളൂ. എന്നിട്ട് അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഈ 2 പെറ്റൽസ് ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുക കേട്ടോ. 2 പെറ്റൽസ് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ആക്കിയിട്ട് എല്ലാത്തിനും ആദ്യം അങ്ങനെ വരച്ചു കൊടുക്കുക. വരക്കാന്നല്ല, ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതാ അപ്പുറത്തും ഇപ്പുറത്തും ഇനി അടുത്ത ഈ 2 പെറ്റൽസും കൂടെ നമുക്ക് പിന്നെ ഒറ്റിച്ചു കൊടുക്കുക. അപ്പോൾ ചൂടാകുന്നതിനനുസരിച്ച് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് വെന്ത് വരും കേട്ടോ. നേരിയ ചൂടല്ലേ ഉള്ളൂ, അപ്പോൾ വേഗമാവും. ഇനിയിപ്പോൾ എല്ലാ പെറ്റൽസും വരച്ചതിന് ശേഷം നമ്മളിതാ ബാക്കി ഗ്രീൻ മാവില്ലേ, അത് എല്ലായിടത്തുമായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രയാസമായിട്ട് തോന്നും, പിന്നെ ഈസിയാണ് കേട്ടോ, ഒരു പ്രയാസമില്ല ഇത് ഉണ്ടാക്കാൻ, പെട്ടെന്ന് പെട്ടെന്നായി കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാവ് തീരെ കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഈ ഒഴിക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ സ്മൂത്തായിട്ട് ഒഴിക്കാൻ പറ്റുന്ന ബാറ്റർ ആയിരിക്കണം. ഇനി ബാക്കിയുള്ള കംപ്ലീറ്റ് സ്ഥലം നമ്മളിതാ പച്ച വെച്ചിട്ട് ഒന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അയിലാൻ തോന്നുകയാണെങ്കിൽ അവിടെയൊക്കെ കുറേശ്ശെ ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. പാന് ചുറ്റിച്ചാലും മതി. ആദ്യത്തത് ഞാൻ പാൻ ചുറ്റിച്ചില്ല, രണ്ടാമതൊക്കെ ഞാൻ വേഗം പാന് ചുറ്റിച്ചിട്ടാണ് എടുത്തത്. ഇനി മറിച്ചിടണ്ട, ഇങ്ങനെ തന്നെയാണ് നമ്മൾ എടുക്കുക കേട്ടോ. ഒറ്റ ഭാഗമേ വേവിക്കേണ്ടുള്ളൂ. ഇനിയിപ്പോൾ അത് അടുത്തതൊക്കെ ഞാൻ വേഗം എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചുട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവും കേട്ടോ, വേഗം നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് തിരിച്ചിട്ടാൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു 3-4 ചുട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ വേഗം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടിട്ട് തിരിച്ചിട്ടാൽ മതി. ഇതുപോലെ ബാക്കിയുള്ള മാവ് തീരുന്നവരെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതാ കംപ്ലീറ്റ് പ്ലേറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഒരു ഭാഗമാണ് നമ്മൾ വേവിച്ചത്. ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് റോൾ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മളെ തേങ്ങൻ്റെ ഫില്ലിംഗ് ആണ് ഇട്ടത്. അപ്പോൾ ആ ഫില്ലിങ്ങും ഇവിടെ നല്ലോണം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നെടുക്കാം. ഓരോന്നെടുത്തിട്ട് നല്ല ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ കേട്ടോ, ആ വേവിച്ച ഭാഗമില്ലേ അത് മേലെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ വേവിച്ച ഭാഗത്താണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഫില്ലിംഗ് ഒക്കെ നല്ലോണം വെക്കണം കേട്ടോ, നല്ലോണം ഉണ്ടെങ്കിൽ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കടിക്കുന്ന സമയത്ത്. അപ്പോൾ അത് അത്യാവശ്യത്തിന് നല്ലോണം ഞാൻ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക, നീളത്തിലുള്ള ഷേപ്പ് ആക്കി കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. ഒന്ന് നീളത്തിലാക്കി വെച്ചാണ്.
ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ഭാഗവും അങ്ങനെ സൈഡിലേക്ക് മടക്കിയെടുക്കുക കേട്ടോ. ഉള്ളോട്ടാക്കിയിട്ട് സൈഡിൽ നിന്ന് ഉള്ളോട്ടാക്കി മടക്കി വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ തൊടുന്നേരം തന്നെ ഇങ്ങനെ ഒട്ടിയിട്ട് തന്നെയാണ് വരിക കേട്ടോ. ഒട്ടിക്കാനൊന്നും പ്രയാസമൊന്നുമില്ല. നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ അതങ്ങ് ഒട്ടിയിട്ടാണ് വരിക. ഇനിയിപ്പോൾ അത് മെല്ലെ മെല്ലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. ഉണ്ടല്ലേ, അടിപൊളിയാണ്. അതുപോലെ തന്നെ ആ ഭാഗം അവിടെ തൊടുന്ന സമയത്ത് തന്നെ അതങ്ങ് ഒട്ടിക്കോളും. ഉണ്ടല്ലേ, നല്ല റോളായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡും രണ്ട് ഭാഗത്തും സൈഡൊക്കെ നല്ല കവറായിട്ടാണ് വന്നത്. ഫില്ലിംഗ് ഒന്നും കാണുന്നില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവർ എങ്ങനെ വന്നു എന്നുള്ളത് പെട്ടെന്ന് ഒരാൾക്ക് കണ്ടാലും മനസ്സിലാവില്ല ഇതെങ്ങനെ നമ്മൾ ഇതിൽ വരച്ചെടുത്ത് എന്നുള്ളത്. ഇത് കണ്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ഒന്നും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അടുത്ത ഇതേപോലെ തിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചിട്ടിട്ട് അവിടെയാണ് നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നത്. അതിനൊന്ന് നീളത്തിലാക്കി കൊടുക്കുക. നീളത്തിലാക്കിയതിന് ശേഷം സൈഡിൽ നിന്ന് രണ്ട് ഭാഗത്തുനിന്ന് ഉള്ളോട്ടേക്ക് ഒന്നിങ്ങനെ നമ്മൾ സ്പ്രിംഗ് റോളൊക്കെ മടക്കണ പോലെ തന്നെ കേട്ടോ. ഇനി ഇതാ നന്നായിട്ട് ഇതിനൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവർ മേലെ വരുന്ന രീതിയിൽ നല്ല ഭാഗം പുറത്തായിട്ട് കിട്ടും. അപ്പോൾ അത് റോൾ ചെയ്തിട്ടുണ്ട്. ഇനി അടിയിൽ വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ അടിപൊളിയായിട്ട് റോൾ ചെയ്തെടുത്ത്. അപ്പോൾ കണ്ടല്ലോ, അടിപൊളിയാണ്. തിന്നാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളെ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ചില എണ്ണ പൊരിക്കേണ്ടിയില്ല, സ്റ്റീം ചെയ്യേണ്ടിയില്ല, ഒന്നുമില്ല. ഈസിയാണ്, അടിപൊളിയാണ്. ഇനിയിപ്പോൾ ഈ കളറ് ഹാനികരമെന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ കളറൊന്നും ചേർക്കാണ്ട് തന്നെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് നിൽക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളെ എല്ലാ ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.